ഭാരതത്തിന്റെ സമാധാന ശ്രമങ്ങളെ ചതിയിലൂടെ ചോരയിൽ മുക്കിയ സംഭവമാണ് കാർഗിൽ യുദ്ധം. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാക് സർക്കാരുകൾ തമ്മിൽ ഊഷ്മള ബന്ധത്തിന് ശ്രമം നടക്കവേ പാക് സൈന്യം പിന്നിൽ നിന്ന് കുത്തി. ഹിമാലയൻ മലനിരകളിൽ പിന്നെ കണ്ടത് ത്രസിപ്പിക്കുന്ന ചരിത്രം. 1999 ഫെബ്രുവരി 19 വാഗാ അതിർത്തിയും കടന്ന പാക് മണ്ണിലേക്ക് ഒരു ബസ് പുറപ്പെട്ടു. ആ ബസ്സിനെ സ്വീകരിക്കാൻ അങ്ങ് ലാഹോറിന്റെ മണ്ണിൽ ഒരു പ്രധാനമന്ത്രി കാത്തുനിൽപ്പുണ്ടായിരുന്നു. നവാസ് ഷെരീഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വാഗാ അതിർത്തി കടന്ന് പാക് മണ്ണിലേക്കെത്തിയ ബസ്സിൽ ഉണ്ടായിരുന്ന ആളാകട്ടെ സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി. യുദ്ധം നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. 3 തവണ യുദ്ധം ചെയ്തു. എന്തൊരു വൃഥാ വ്യായാമമാണിത്. ഇല്ല, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ലാഹോറിലേക്ക് യാത്ര പുറപ്പെടും വഴി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ നിലപാട് കാവ്യാത്മകമായി വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. എന്നാൽ പാകിസ്ഥാനിലെ യഥാർത്ഥ അധികാര കേന്ദ്രമായ സൈന്യത്തിന്റെ പദ്ധതിയാകട്ടെ മറ്റൊന്നും. ഇന്ത്യ പാക് സർക്കാരുകൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടക്കവേ അത് പൊളിക്കാൻ അണിയറയിൽ കരുക്കൾ നീങ്ങിത്തുടങ്ങി. അന്നത്തെ പാക് സൈനിക മേധാവി പർവേസ് മുഷറഫും സംഘവും കാർഗിലിൽ കടന്നുകയറ്റത്തിന് പദ്ധതിയിട്ടു. സിയാച്ചിൻ പിടിച്ചെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. രഹസ്യമായി കരുക്കൾ നീക്കിത്തുടങ്ങി. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 205 കിലോമീറ്റർ ഉണ്ട് കാർഗിലിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടി വരെ ഉയരത്തിൽ. അതിശൈത്യകാലത്ത് മലമുകളിലെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യ പാക് സൈന്യങ്ങൾ വിട്ടുപോരാറുണ്ട്. 1999 ആ അതിശൈത്യകാലത്ത് ആ ധാരണ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യക്കാരില്ലാത്ത തക്കം നോക്കി ഉയരത്തിലുള്ള തന്ത്രപ്രധാനമായ പോസ്റ്റുകൾ പാകിസ്ഥാൻ കൈയടക്കി. 1993 മെയ് 3 ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ അന്വേഷിച്ച് ബറ്റാലിക് പ്രദേശത്തെ മലമുകളിലേക്ക് ചെന്നു. അവിടെ അയാൾ കണ്ടത് ആയുധങ്ങളുമായി ഒരു സംഘം ആളുകൾ അവിടെ നിൽക്കുന്നതാണ്. സാഹചര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ അയാൾ ആർമി ക്യാമ്പിലെത്തി ഇക്കാര്യം ബോധിപ്പിച്ചു. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ സൗരവ് ഖാലിയെയും സംഘവും തിരച്ചിലിനിറങ്ങി. അന്വേഷണത്തിന് പോയ സൗരഭ് കാലിയെയും സഹപ്രവർത്തകരും പിന്നീട് തിരിച്ചു വന്നില്ല. നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യൻ സൈനികരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ക്യാപ്റ്റൻ സൗരഭ് കാലിയയ്ക്കൊപ്പം അർജുൻ റാം, ഭൻവാർലാൽ ബഗാരിയ, ഭിക്കാറാം, മൂലാറാം, നരേഷ് സിംഗ് എന്നീ സൈനികർ വീരോചിതമായി ഏറ്റുമുട്ടി. എന്നാൽ തിരകളും ആയുധങ്ങളും തീർന്നതിനാൽ അവർ പാക് സൈന്യത്തിന്റെ പിടിയിലായി. അതിക്രൂരമായാണ് പാക് സൈന്യം ഇവരോട് പെരുമാറിയത്. കർണപുടത്തിലേക്ക് ചൂടുള്ള ഇരുമ്പ് കമ്പി കയറ്റി, കണ്ണുകൾ ചുഴിഞ്ഞെടുത്തു, പല്ലുകൾ അടിച്ചു കൊഴിച്ചു, അസ്ഥികൾ അടിച്ചു നുറുക്കി. അടിക്ക് തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ യുദ്ധപ്രഖ്യാപനം മുഴങ്ങി. അതായിരുന്നു ഓപ്പറേഷൻ വിജയ്. ഉയരത്തിലിരിക്കുന്ന ശത്രുവിനെ ഒഴിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യ ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. പാകിസ്ഥാനോട് ഒരു തോൽവി ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പോർവിമാനങ്ങളായ MiG-27, MiG-21 എന്നിവ കാർഗിലിന്റെ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ബോംബുകൾ ലക്ഷ്യം കണ്ടില്ല. ഒരു MiG-21 ഫൈറ്റർ ജെറ്റും Mi-17 ഹെലികോപ്റ്ററും പാക് സൈന്യം വെടിവെച്ചിട്ടു. എന്നാൽ സൈന്യം തളർന്നില്ല. ദീർഘദൂര പീരങ്കിയായ ബൊഫോഴ്സ് ഹോവിസ്റ്ററുകളെ നേരിട്ടാക്രമണം നടത്തുന്ന പീരങ്കിയാക്കി. ഇസ്രയേൽ സാങ്കേതിക സഹായത്തോടെ വ്യോമസേന കാർഗിൽ കുന്നുകളിൽ തീയുണ്ടകൾ വർഷിച്ചു. 1999 ജൂൺ 21
ടൊലോലിംഗ് കുന്നുകൾ പൂർണ്ണമായും ഇന്ത്യൻ അധീനതയിലായി. ടൈഗർ ഹിൽസ് കീഴടക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ 8ാം മൗണ്ടൻ ഡിവിഷൻ 18 ഗ്രനേഡിയേഴ്സ് വിഭാഗങ്ങളായിരുന്നു. വിശദമായ പദ്ധതി തയ്യാറാക്കി ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽസ് കീഴടക്കാനിറങ്ങി. സുബേദാർ മേജർ യോഗേന്ദ്ര സിംഗ് യാദവ് അടക്കമുള്ളവർ കുത്തനെയുള്ള ടൈഗർ ഹിൽസ് കയറി തുടങ്ങി. ശത്രു ബങ്കറുകളിൽ നിന്നും മെഷീൻ ഗൺ ഉപയോഗിച്ച് തീ തുപ്പി. ശരീരത്തിൽ 3 വെടിയുണ്ടയേറ്റുവെങ്കിലും യോഗേന്ദ്ര സിംഗ് യാദവ് പിന്മാറിയില്ല. ടൈഗർ ഹിൽസിന് മുകളിലെത്തി അദ്ദേഹം പാക് ബങ്കറുകളിലേക്ക് അപ്രതീക്ഷിതമായി വെടിവെപ്പ് നടത്തി 4 സൈനികരെ വധിച്ചു. ടൈഗർ ഹിൽസ് പിടിക്കുന്നതിൽ നിർണായകമായ നീക്കം. കരസേനയ്ക്കൊപ്പം വ്യോമസേനയും നാവികസേനയും കൂടി ആക്രമണം കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ പതറി. പാക് ബങ്കറുകളിൽ ചോര പുഴയൊഴുകി. കാർഗിൽ മലനിരകളിൽ യുദ്ധകാഹളം പ്രകമ്പനം കൊണ്ടു. മിഗ് 21, 23, 27 യുദ്ധവിമാനങ്ങൾ, ജാഗുറുകൾ, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് വ്യോമസേന ആദ്യം ഉപയോഗിച്ചത്. മെയ് 30-ന് മിറാഷ് 2000 വിമാനങ്ങളും യുദ്ധമുഖത്തെത്തി. ടൈഗർ ഹിൽ ദ്രാസ് മേഖലയിൽ കനത്ത ബോംബ് വർഷം നടത്തിയ മിറാഷ് പാകിസ്ഥാനെ കിടുകിടെ വിറപ്പിച്ചു. വനിതാ ഫ്ലൈയിംഗ് ഓഫീസർമാർ യുദ്ധരംഗത്ത് പങ്കെടുക്കുന്നതിനും കാർഗിൽ യുദ്ധം വേദിയൊരുക്കി. ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ വ്യൂഹം വടക്കൻ അറബിക്കടലിൽ ആക്രമണാത്മക പട്രോളിംഗ് നടത്തി പാക് തുറമുഖങ്ങളെ ഉപരോധിച്ചു. ഇന്ത്യൻ ഉപരോധത്തിൽ കറാച്ചി തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വ്യാപാരപാത നിശ്ചലമായി. എണ്ണയുടെ ഇറക്കുമതി അനിശ്ചിതത്വത്തിലായതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പും ഭീഷണിയിലായി. ഇന്ത്യൻ യുദ്ധവീരന്മാർ ചോരയാൽ ചരിത്രമെഴുതിയപ്പോൾ കീഴടങ്ങാതെ തരമില്ലെന്നായി പാകിസ്ഥാന്. ലോക യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായ പോരാട്ടങ്ങളിലൊന്നിൽ പാകിസ്ഥാൻ ഒടുവിൽ തലകുനിച്ചു. ജൂലൈ 14-ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയിൽ നിന്നും രാജ്യം കാത്തിരുന്ന പ്രഖ്യാപനമെത്തി. കാർഗിൽ മലനിരകൾക്ക് മുകളിൽ ഇന്ത്യൻ പതാക വീണ്ടും ഉയർന്നു പറന്നു. ജൂലൈ 26-ന് യുദ്ധം അവസാനിച്ചതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനമെത്തി. കാർഗിൽ വിജയ ദിവസ്. 2 മാസവും 3 ആഴ്ചകളും 2 ദിവസവും നീണ്ട ഐതിഹാസികമായ കാർഗിൽ യുദ്ധത്തിലൂടെ ഇന്ത്യൻ സൈന്യം ലോകത്തിന് മുന്നിൽ പുതിയൊരു പോരാട്ടഗാഥ രചിച്ചു. കരളുറപ്പുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ടവീര്യം. യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 527 ധീര സൈനികരെ. മലയാളിയായ ക്യാപ്റ്റൻ വിക്രം, ക്യാപ്റ്റൻ അജിത് കാലിയ, ലീഡർ അഹൂജ തുടങ്ങിയവർ കാർഗിൽ യുദ്ധത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളാണ്. ഔദ്യോഗിക കണക്കിൽ 450-ഉം അനൌദ്യോഗിക കണക്കിൽ 1500-നും മുകളിൽ സൈനികരെയാണ് പാകിസ്ഥാന് നഷ്ടമായത്. ടൊലോലിംഗ് മലനിരകളുടെ താഴ്വരയിലാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. കാർഗിൽ യുദ്ധത്തിൽ വീരചരമമടഞ്ഞ മുഴുവൻ വീരന്മാരുടെയും പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്തസാക്ഷികളെ, പ്രിയരെ, നിങ്ങൾക്ക് മരണമില്ല. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.